ഇസ്രായേലിനും ലബനനുമിടയിലുള്ള യുദ്ധഭീഷണി അധികമായിട്ടുണ്ട്. ഇസ്രായേൽ എത്രയും പെട്ടെന്ന് ലബനനുള്ളിൽ ഒരു അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആ ഒരു ഭീഷണി എന്നത് മറ്റൊരു ഘട്ടത്തിലേക്ക് പോയി. ഹിസ്ബുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. നിങ്ങൾ ലബനനിൽ അറ്റാക്ക് നടത്തുക, ഹിസ്ബുള്ളയുടെ സ്ഥാനങ്ങളിൽ നിങ്ങൾ ആക്രമണം നടത്തുക. എന്നാൽ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക, നിങ്ങളുടെ നാടിനുള്ളിൽ നിങ്ങൾ രഹസ്യമായി വച്ചിരിക്കുന്ന എവിടെയെല്ലാമാണോ നിങ്ങൾ രഹസ്യമായി റിയാക്ടേഴ്സ് വെച്ചിട്ടുള്ളത്, എവിടെയെല്ലാമാണോ നിങ്ങൾ രഹസ്യമായി മിസൈൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്, അമ്മുനേഷൻസ് എല്ലാം വെച്ചിട്ടുള്ളത്, അവയുടെ കോർഡിനേറ്റ്സ് ഞങ്ങളുടെ പക്കലുണ്ട്. നിങ്ങൾ ഹിസ്ബുള്ളയ്ക്കെതിരെ ഈ ആക്രമണം നടത്തുന്ന അടുത്ത സെക്കൻഡ് തന്നെ നിങ്ങളുടെ ഈ കോർഡിനേറ്റ്സിലെല്ലാം ഞങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇസ്രായേലിലെ ഈ രഹസ്യ സ്ഥലങ്ങളെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഹിസ്ബുള്ള പബ്ലിഷ് ചെയ്തു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേലിന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റിയായ ഡെമോറയെയും ഹിസ്ബുള്ള ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതുകൂടാതെ അവസാനമായി വന്ന റിപ്പോർട്ട് അനുസരിച്ച് അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരു വലിയ പ്രശ്നം ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനും ഇടയിൽ നടക്കുമെന്നാണ്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഒരുപാട് പേർ ചിന്തിക്കാം, ഈ ഒരു പ്രശ്നം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. അടുത്ത ഘട്ടത്തിലേക്കെന്നല്ല, ഈ ഒരു പ്രശ്നം ലബനിലേക്കുള്ളിലേ പോകില്ല എന്ന് ചിന്തിക്കാം. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു യുദ്ധം എന്നത്, ലബനനും ഇസ്രായേലിനും ഇടയിൽ നടക്കുന്ന ഈ ഒരു പ്രശ്നം എന്നത് കഴിഞ്ഞ 3 ദിവസമായി എപ്പോഴും ഇല്ലാത്ത രീതിയിൽ അധികമായിട്ടുണ്ട്. ഇന്നലെ ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ലബനനുള്ളിൽ വെച്ച് ഒരു എയർ സ്ട്രൈക്കിലൂടെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പേര് ഐമൻ ഖത്മത്ത്. ഇദ്ദേഹം ഹമാസിന് ആയുധങ്ങൾ, അതായത് ഗാസയിൽ യുദ്ധം ചെയ്യുന്ന ഹമാസിന് ആവശ്യമായ ആയുധങ്ങൾ മറ്റ് നാടുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സംഘടനകളിൽ നിന്നും വാങ്ങി ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് തന്നെ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഹമാസിലേക്ക് ആയുധങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഇദ്ദേഹത്തെ കൊല്ലുന്നു. ഇപ്പോൾ ഇത് ഹമാസിന് എത്രത്തോളം വലിയൊരു നഷ്ടമെന്ന് ചോദിച്ചാൽ, നേരത്തെ അവരുടെ പക്കൽ സ്റ്റോക്ക് ഉണ്ട്, ആയുധങ്ങളുണ്ട്. പക്ഷെ മറ്റു ആയുധങ്ങൾ എവിടെ നിന്ന് വരണം, ഏത് സ്ഥലത്ത് നിന്ന് എത്ര ആയുധങ്ങൾ വരണം എന്നുള്ള കണക്കെല്ലാം ഇദ്ദേഹമായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പോൾ ഇവർക്ക് പകരം മറ്റൊരാളെ അവിടെ റീപ്ലേസ് ചെയ്യണം. അതുകൂടാതെ ഇനി ആയുധങ്ങൾ കിട്ടാൻ ഒരു കാലതാമസം ഉണ്ടാകും. ഇപ്പോൾ ഇത് ഹമാസിന് വലിയൊരു നഷ്ടമാണ്. ഹമാസിന് മാത്രമല്ല, അവർക്ക് സപ്പോർട്ടായ ഹെസ്ബുള്ളയ്ക്കും ഇത് വലിയൊരു നഷ്ടമാണ്. ഹെസ്ബുള്ള അത്രത്തോളം സുരക്ഷിതമായി ഇദ്ദേഹത്തെ വച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ആ ഒരു സുരക്ഷയെ മറികടന്ന് ഇസ്രായേൽ ഇയാളെ ലക്ഷ്യമിട്ട് അറ്റാക്ക് ചെയ്തു. ഇതിനുശേഷം ഹെസ്ബുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തു. ആ ഒരു കോർഡിനേറ്റ്സിനെ മാത്രം ഉപയോഗിച്ച് 48 സെക്കൻഡ് വീഡിയോ ആയിരുന്നു അത്. 48 സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ഒരു വീഡിയോയിൽ ഇസ്രായേലിന്റെ രഹസ്യ കോർഡിനേറ്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. അതും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ബേസസ്, അവരുടെ F-35 ഏത് പ്ലേസസിലാണ് നിൽക്കുന്നത്, അവരുടെ പ്രധാനപ്പെട്ട അമ്മുനേഷൻ ഗോഡൌൺസ് എവിടെയാണ്, അവരുടെ മറ്റുള്ള സ്റ്റോക്സ്, പ്രധാനമായും അയൺ ഡോം ബാറ്ററീസ് എവിടെയുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വളരെ വ്യക്തമായി കോർഡിനേറ്റ്സോട് കൂടി ആ വീഡിയോ റിലീസ് ചെയ്തു. ഇത് പ്രധാനപ്പെട്ട ഒരു എസ്കലേഷൻ ആണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ റേഡാർ സ്റ്റേഷൻസ് ഒക്കെ പുറത്ത് കാണുന്ന രീതിയിൽ വെച്ചാൽ കൂടിയും വളരെ രഹസ്യമായി മറ്റു പലതുണ്ട്. ഈ എല്ലാ കോർഡിനേറ്റ്സിനെയും ഇപ്പോൾ ഹെസ്ബുള്ള ക്യാപ്ചർ ചെയ്തു. മാത്രമല്ല, ഇവർ നൽകിയിരിക്കുന്ന ഈ ഒരു വിവരങ്ങൾ ഏതൊരു ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസിന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇസ്രായേൽ ഇന്ന സ്ഥലങ്ങളിൽ രഹസ്യമായി ഇവയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ആർക്കും അറിയില്ല. ഇവിടെ മറ്റൊരു സംശയം വരുന്നത്, ഒരുപക്ഷെ ഹെസ്ബുള്ളയ്ക്ക് സപ്പോർട്ടായി ഒരുപാട് പേർ ഇസ്രായേലിനുള്ളിൽ ഉണ്ടാകാം. കാരണം ഇസ്രായേൽ ഇക്കാര്യങ്ങൾ ഓപ്പണായി പറയാതെ അവരുടെ രഹസ്യ ഗോഡൌൺസ് എവിടെ ഉണ്ട് എന്നുള്ളത് ഹെസ്ബുള്ള അറിയുക എന്നുള്ളത് സാധാരണ കാര്യമല്ല. ഇതെല്ലാം എസ്കലേറ്റ് ആയതിന് പ്രധാനപ്പെട്ട കാരണം ആ ഒരു ഡ്രോൺ ഫുട്ടേജ് ആണ്. പല മണിക്കൂർ ഒരു ഡ്രോണിനെ അയച്ച് അവരുടെ ബേസസ് ഏത് സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് അതെല്ലാം ലൈവ് ഫുട്ടേജായി നൽകിയതിന് ശേഷമാണ് ഇസ്രായേലിന് ഒരു കാര്യം മനസ്സിലായത്. ഹെസ്ബുള്ളയെ നമ്മൾ വില കുറച്ച് കാണുകയാണ്. ഒരു ഭാഗത്ത് നോർത്തേൺ സൈഡിൽ അവരുടെ ഒഫൻസീവ് ഓപ്പറേഷൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ തയ്യാറാക്കി. മറ്റൊരു ഭാഗത്ത് ഇന്നലെ വരെയും ഇസ്രായേലിയൻ ജനങ്ങളെ നോർത്തേൺ ഭാഗത്തെ വിട്ട് വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം നടുവിൽ ഫ്രാൻസ് ചെയ്യുന്നത്, പ്രശ്നങ്ങൾ എന്തായാലും സാരമില്ല, ഒരുപക്ഷെ ഇസ്രായേലിനും ഹെസ്ബുള്ളയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങൾ ലബനന് സപ്പോർട്ടായി നിൽക്കും. ലബനന് ആവശ്യമായ സഹായം, അത് മിലിറ്ററി വൈസ് ആയാലും ഏത് സഹായവും ഞങ്ങൾ നൽകി ഹെസ്ബുള്ളയെ അവരുടെ നാട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു വലിയ വിജയം കൈവരിക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുമെന്ന് ലബനന് ഒരു വലിയ വാക്ക് കൊടുത്തു. ഇപ്പോ 2ാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മനി എന്താണോ ചെയ്തത്, അല്ലെങ്കിൽ ജർമ്മനി കാരണം എങ്ങനെയായ ഒരു വലിയ പ്രശ്നം ഉണ്ടായത്, അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധമായാലും ഇവിടെ നടക്കുന്ന ഇസ്രായേൽ ഹെസ്ബുള്ള ആ ഒരു പ്രശ്നമായാലും ഫ്രാൻസിന്റെ നുഴഞ്ഞുകയറ്റം ഈ 2 പ്രശ്നങ്ങളെ
പൂർണ്ണമായും മറ്റൊരു ദിശയിലേക്ക് എടുത്തുകൊണ്ടുപോകും. കാരണം ഒരു ഭാഗത്ത് ഉക്രൈനിൽ ഫാൻസിന്റെ സോൾജേഴ്സിന് അയക്കുമെന്ന് പറയുന്നു, മറ്റൊരു ഭാഗത്ത് ലബനനിൽ അവർ സപ്പോർട്ട് കൊടുക്കുന്നു. ഹിസ്ബുള്ളയെ തോൽപ്പിക്കാൻ ഞങ്ങൾ എല്ലാ സഹായവും നൽകുമെന്നും പറയുന്നു. ഇവർക്ക് സഹായം ചെയ്യാം, ഏതൊരു നാടിനും അവരെ സഹായിക്കേണ്ട ഒരു അവകാശം ആ ഒരു ഗവൺമെന്റിനുണ്ട്. എന്നാൽ ഇവിടെ പ്രശ്നം എങ്ങനെ മാറുമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന സംഭവം, ഒരു ഭാഗത്ത് ഗവൺമെന്റ് അലൈഡ് ഫോഴ്സസ്, മറ്റൊരു ഭാഗത്ത് ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഫോഴ്സസിന് മറ്റു നാടുകൾ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലൊരു പ്രശ്നമാണ് ഡയറക്റ്റ് ലബനനുള്ളിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ലബനനിൽ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത സിറിയയായി ലബനൻ മാറുമെന്നുള്ളത് ആരെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. കാരണം ഹെസ്ബുള്ളയെ അറ്റാക്ക് ചെയ്താൽ ഡയറക്റ്റ് ഇറാൻ അകത്തേക്ക് ഇറങ്ങും, ഇറാന്റെ സോൾജേഴ്സ് അകത്തേക്ക് വരും. അവർക്കെതിരായ ഒരു യുദ്ധമായി മാറുമ്പോൾ ഇപ്പോൾ സിറിയ എങ്ങനെയാണോ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്, അതുപോലൊരു പ്രശ്നം ലബനൻ അഭിമുഖീകരിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഹെസ്ബുള്ളയെ പുറത്തു നോക്കുമ്പോൾ ഒരു സാധാരണ സംഘടന പോലെ തോന്നിയാലും ലബനനിലെ പൊളിറ്റിക്സിൽ അവർക്ക് പ്രധാന പങ്കുണ്ട്. ഒരുപാട് MPs അവർക്കുണ്ട്. ഈ ഹെസ്ബുള്ള സംഘടനയിലെ വളരെ പ്രധാനപ്പെട്ട MP ഇബ്രാഹിം മുസാവി ഒരു കാര്യം കൺഫേം ചെയ്തു, ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ ഒരു യുദ്ധം സംഭവിച്ചാൽ അത് എങ്ങനെയുള്ള ഒരു യുദ്ധമായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതൊരു സാധാരണ യുദ്ധമാണ്. ആര് ജയിക്കും? ഏതൊക്കെ നാടുകളാണ് ഹെസ്ബുള്ളയെ സഹായിക്കാൻ പോകുന്നത്? ആരൊക്കെ ഇസ്രായേലിന് എതിരായി നിൽക്കും? ഹെസ്ബുള്ളയ്ക്ക് എങ്ങനെയുള്ള സഹായങ്ങൾ വരും? ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഹെസ്ബുള്ള ഒരേ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങിയാൽ, ഇസ്രായേൽ അകത്തേക്ക് വന്നാൽ, ഈ ഒരു യുദ്ധം വിത്തൗട്ട് ലിമിറ്റ്, വിത്തൗട്ട് കണ്ടീഷൻസിലായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതുവരെയും ഈ ലോകം കണ്ടിട്ടില്ലാത്ത അളവിൽ ഈ ഒരു യുദ്ധം നടക്കുമെന്ന് ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ചുറ്റും ശത്രുക്കളാൽ നിറഞ്ഞിരിക്കുന്ന ഒരു നാടാണ്. മധ്യകിഴക്കിൽ തന്നെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന നാട് ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ നാട് പോലുമില്ല. അതുകൊണ്ടാണ് അമേരിക്ക ആയാലും മറ്റ് നാടുകളായാലും ഇസ്രായേലിനെ ഇത്രത്തോളം വാൺ ചെയ്തത്. അത്രത്തോളം ഇസ്രായേലിന് ശത്രുക്കൾ കൂടുതലാണ്. കാരണം എല്ലാവരോടും അവർ അത്രത്തോളം പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ അത് ആരും മിസ് ചെയ്യില്ല. കാരണം ഇതിന് മുൻപുണ്ടായിരുന്ന കാലഘട്ടം മറ്റൊന്നാണ്, അപ്പോൾ നടന്ന യുദ്ധങ്ങൾ എന്നത് മറ്റൊന്നാണ്. ഇസ്രായേലിന് എതിരെ ഉണ്ടായിരുന്ന എല്ലാ സംഘടനയും ഇപ്പോൾ വളരെ ശക്തിയാർജിച്ചിട്ടുണ്ട്. ഒരുപാട് ആയുധശേഖരമുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനുള്ളിലും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ശത്രു രാജ്യങ്ങളും ശക്തിപ്പെട്ടു വരികയാണ്. ഇവയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഇയാൾ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഈ വാർ വിത്തൗട്ട് കണ്ടീഷൻസിൽ നടക്കുമെന്നുള്ളത് തീർത്തും ശരിയാണ്. എത്രത്തോളം ഇസ്രായേലിനെ തകർക്കാൻ നോക്കുമോ അത്രത്തോളം തകർക്കും. എന്നാൽ ഇവിടെ ഇസ്രായേലിനുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്നത് അണു ആയുധമാണ്. എത്ര തന്നെ ഹെസ്ബുള്ള, ഇറാൻ ഈ നാടുകളെല്ലാം ചേർന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ പോലും, തകർക്കണമെന്ന് ചിന്തിച്ചാൽ പോലും അവരുടെ പക്കലൊന്നും അണുവായുധമില്ല. മറ്റ് യാതൊരുവിധ മാർഗവും ഇല്ല എന്നൊരവസ്ഥ വരുമ്പോൾ ഇസ്രായേൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ഓപ്ഷൻ വരും. മറ്റ് നാടുകളുടെ പക്കലൊന്നും അണുവായുധം എന്ന കാര്യം ഇല്ല. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം, അണുവായുധം ഒരു നാടിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന്, അണുവായുധം ഉപയോഗിച്ച് ഒരു നാടിന്റെ സംരക്ഷണം എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്ന്. ഇങ്ങനെ ഒരു അണുവായുധ പരിശോധന നമ്മൾ ചെയ്തപ്പോഴാണ് അമേരിക്ക നമുക്ക് അത്രത്തോളം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഏഷ്യൻ കോണ്ടിനെന്റിൽ നമ്മൾ സമാധാനം നശിപ്പിക്കുകയാണെന്ന് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി. എന്നാൽ അങ്ങനെ ഒരു അണുവായുധം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇത്രത്തോളം ആയിരിക്കില്ലായിരുന്നു. അങ്ങനെ ആയിരിക്കാനും ആരും അനുവദിക്കില്ലായിരുന്നു. അടുത്തത് ഇസ്രായേലിന്റെ ഈ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച അടുത്ത ചില മാസത്തിൽ നടക്കും. ഇപ്പോൾ പലരും പറയുന്നൊരു കാര്യം, ഇസ്രായേൽ പതിയെ പതിയെ ഈ ഒരു ചർച്ചയെ മാറ്റിവെക്കുകയാണ്. ഇസ്രായേൽ, ഹമാസ്, അമേരിക്ക ഈ 3 പേർക്കും ഇടയിൽ ഈ ഒരു ചർച്ച അവസാനിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് ലബനനിൽ ഒരു അറ്റാക്ക് നടത്താൻ സാധിക്കില്ല. കാരണം 48 മണിക്കൂറിനുള്ളിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിലെ സൈനികരെ നോർത്തേൺ ഫ്രണ്ടിൽ അവർ ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ ഹമാസുമായി സമാധാന ചർച്ച അവസാനിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് ലബനനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചർച്ചയെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പലരും സംസാരിക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൂത്തീസ് മറ്റൊരു ഭാഗത്ത് അവരുടെ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ എയർക്രാഫ്റ്റ് ഇപ്പോൾ ചെങ്കടലല്ല ഉള്ളത്. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനായി അത് മെഡിറ്ററേനിയൻ സീയിലേക്ക് പോയിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് ഹൂത്തീസിന്റെ അറ്റാക്ക് എന്നത് വീണ്ടും അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. 2 കൺഫേംഡ് അറ്റാക്ക് ഹൂത്തീസ് വീണ്ടും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫൂട്ടേജും അവർ റിലീസ് ചെയ്തു. US സെൻട്രൽ കമാൻഡിൽ നിന്നും ഒരു അറിയിപ്പ് വന്നു, ഹൂത്തീസിന്റെ അറ്റാക്ക് സംഭവിച്ചു, എന്നാൽ ആ ഒരു അറ്റാക്ക് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തു. എന്നാൽ ഈ സമയത്ത് ഒരുപാട് പേർ ചോദിക്കാൻ തുടങ്ങിയത് എസൻഹോവറിൽ ഹൂത്തീസിന്റെ അറ്റാക്ക് ഉണ്ടായിരുന്നോ എന്ന്. പക്ഷെ അവർ പറഞ്ഞത് ഇതെല്ലാം റൂമേഴ്സ് ആണ്. ഹൂത്തീസ് ഒരു അറ്റാക്ക് നടത്താൻ പദ്ധതിയിട്ടു, മിസൈൽസ് ഫയർ ചെയ്തു, പക്ഷെ ഞങ്ങളത് ഇന്റർസെപ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്ഥലത്ത് ഒരു മിസ്മാച്ച് ആകുന്ന ഒരു കാര്യം, ഹൂത്തീസിന്റെ അറ്റാക്ക് ഇന്റർസെപ്റ്റ് ചെയ്തു. അറ്റാക്ക് നടന്ന് അവസാനിച്ചതിനു ശേഷം ഹൂത്തീസ് എന്താണ് പറഞ്ഞത്? അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറിൽ ഒരു ഡാമേജ് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന്. അതിന് അനുസരിച്ചതുപോലെ തന്നെ ആ ഒരു യുദ്ധക്കപ്പൽ ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. 2 ദിവസം സർവീസിന് പോയിട്ട് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ തിരികെ വന്നു.
ഇപ്പോൾ ആരാണ് കള്ളം പറയുന്നത്, ആരാണ് സത്യം പറയുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീഡിയോയുടെ അവസാനം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിനും ലബാനും ഇടയിൽ ഒരു പ്രശ്നം പുറപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത് സംഭവിക്കുമോ, അതോ ആ ഒരു പ്രശ്നം അതോടുകൂടി അവസാനിക്കുമോ? നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇസ്രായേൽ വേഴ്സസ് ഹെസ്ബുള്ള, ഈ ഒരു പ്രശ്നം വന്നാൽ ആർക്കായിരിക്കും വിജയം വരിക? ഒരുപക്ഷെ ഇസ്രായേൽ വീണ്ടും നോർത്തേൺ സൈഡിൽ അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമോ, അല്ലെങ്കിൽ ഹെസ്ബുള്ള വീണ്ടും ഇസ്രായേലിന്റെ ഈ രഹസ്യ ഗോഡൌൺസ് എല്ലാം ക്യാപ്ചർ ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.